ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ 5 എപ്പിസോഡും ഒരുമിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ എപ്പിസോഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ വ്യൂസ് വളരെ കുറവാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എങ്കിലും ഞാൻ വരാൻ പോകുന്ന ഭാഗങ്ങളും ഈ വന്ന എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങളും കൂടിയിട്ട് ഇതേപോലെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് കേട്ടോ ഈ തരുൺ വേദനയും കൂടി കൂട്ടുന്നത്. കാരണം വേദനയും കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് വേദനയും കൂടിയിട്ട് കൂട്ടാനായിട്ട് അമ്മ പറയുന്നതിനനുസരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ചെയ്തത് വലിയ തെറ്റായി എന്ന് വേദയ്ക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്. കാരണം അതിലില്ലാത്തൊരു സ്നേഹമാണ് തരുണിന് കുഞ്ഞിനോട് വന്ന് വരുന്നത്. മാത്രമല്ല നെഞ്ചിൽ പച്ച കുത്തിന്നും കൂടെ അറിയണ സമയത്ത് വേദ വല്ലാണ്ട് പേടിച്ചു പോകാണ് കേട്ടോ. കാരണം വിക്രം വന്ന് നിൽക്കുന്ന സമയത്ത് വിക്രമിനോട് എങ്ങനെ പറയും ഇത് വിക്രമിൻ്റെ കുഞ്ഞാണെന്ന്. മാത്രമല്ല ഇപ്പോൾ തരുണിൻ്റെ കുഞ്ഞാണെന്നല്ല വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കുന്ന ആ ഒരു ജോലി മാത്രം എന്നുള്ള രീതിയിലേക്ക് മാറാണ്. കാരണം കുഞ്ഞിനെ എടുത്ത് ഉറക്കുന്നത് പോലും തരുണിൻ്റെ കൂടെ തൊട്ടിലാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് രാധികരെ എടുത്ത് കൊണ്ടുപോയിട്ട് ഇത് അമ്മയാണെന്നുള്ളതൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പോൾ വേദയ്ക്ക് വല്ലാത്തൊരു അബദ്ധം പറ്റിപ്പോയതുപോലെ തന്നെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ താനിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുണിനോട് ചെയ്യുന്നൊരു ചതിയാണെന്ന് കൂടി മനസ്സിലാക്കാൻ കേട്ടോ. കാരണം ഇത്രയും മാത്രം ഒരാളൊരു കുഞ്ഞിനെ സ്നേഹിച്ചിട്ട് ഇനി അതെങ്ങനെ മാറ്റി പറയുന്നുള്ളതും കൂടെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തരുണാണെന്നുണ്ടെങ്കിൽ തരുണിൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ വേദനയോടും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുപ്പകാലത്തിൽ പഠിച്ചത് സാധാരണ മലയാള സ്കൂളിലാണ് ആദ്യമൊക്കെ പഠിച്ചത്. അന്നൊരു സുധാകരൻ മാഷാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതെന്നൊക്കെ പറയാൻ കേട്ടോ. അത് വിക്രമിൻ്റെ അച്ഛനാണ്. വിക്രമിൻ്റെ അച്ഛനുമായിട്ടും തരുണിന് ബന്ധമുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞതോട് കൂടിയിട്ട് വേദ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ വളർത്തി വലുതാക്കി വലിയൊരാളാക്കണം, അങ്ങനെയുള്ള ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ വേദനയോട് പറയുമ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ തുറന്നു പറയാൻ പറ്റുന്നില്ല തരുണിൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം. അങ്ങനെ വേദ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. സാറില്ല മോളെ, നമുക്ക് നല്ലൊരു നേരം നോക്കിയിട്ട് നമുക്ക് തരുണിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ തൽക്കാലം മോള് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ വേദയ്ക്ക് ശരിക്കും പെട്ടതുപോലെ തോന്നുകയാണ് കേട്ടോ. ഇതേസമയം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വേദന ആക്രമിക്കാനായിട്ട് ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ ശ്രമിക്കുമ്പോൾ തരുൺ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. വേദയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നും വേദന അന്വേഷിച്ചാണ് അയാൾ വന്നതെന്നും ഒക്കെ തരുൺ മനസ്സിലാക്കാണ്. വേദന അന്വേഷിച്ച് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൂടെ അത് ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മ വഴക്ക് പറയുന്നുണ്ട്. നീ എങ്ങനെ തുടങ്ങിയിട്ടാണ് ഇങ്ങനെ പേടിച്ച് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് അമ്മയെന്ന് എന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവസാനം തരുണിൻ്റെ അമ്മ തന്നെ പറയുകയാണ് കേട്ടോ. അതൊക്കെ പിന്നീട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാമെന്ന്. വേദന നീ പറഞ്ഞയക്കരുതെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ തരുൺ ലാസ്റ്റ് വേദന കൂടെ നിർത്താൻ തന്നെ സമ്മതിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേദനയോടൊരു വാക്ക് പറയുന്നുണ്ട്, ഇപ്പം ഞാനൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ എന്താണ് സത്യം എന്താണ് കാര്യം എന്നുള്ള കാര്യമൊക്കെ എന്നോടൊരിക്കലും തുറന്നു പറയണമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം വിക്രമിനാണെന്നുണ്ടെങ്കിൽ പരോളിന് അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം പരോളിൽ കിട്ടി പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും, വേദന അന്വേഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ പുറത്ത് വരാതെ വേദ പുറത്തേക്ക് ഇറങ്ങൂല എന്ന് തന്നെ. അതുപോലെ തന്നെ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഡൽഹിയിലുള്ള ആൾക്കാരെ, അതായത് ഗുണ്ടകളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കാരണം ഗുണ്ടകളൊക്കെ തരുൺ അടിച്ചൊതുക്കി ജയിലിലാക്കിയിട്ടുള്ള കാര്യമൊന്നും ശ്രീകാന്ത് അറിയുന്നില്ല. ശ്രീകാന്ത് അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ്, ഇനി അവൾ പ്രസവിച്ചിട്ടുണ്ടാവുമോ, ആ കുഞ്ഞിനെ അവൾ വളർത്തുന്നുണ്ടാകുമോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ തരുൺ തന്നെ കുഞ്ഞിൻ്റെ പേര് വിളിക്ക് പോലും കുഞ്ഞിൻ്റെ അടുത്തിരിക്കാനോ കുഞ്ഞിനെ സ്നേഹിക്കാനോ പോലും വേദയ്ക്ക് കഴിയുന്നില്ല. കാരണം ഒരു മിനിറ്റ് പോലും വേദയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. പാല് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ദൂരെ നിന്ന് നോക്കിക്കാണാണ് കേട്ടോ തൻ്റെ കുഞ്ഞിന് പേരിടുന്നത്. അതും രാധികരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ തരുൺ കുഞ്ഞിന് പേരിടുന്നത്. അതൊക്കെ വേദയ്ക്ക് വല്ലാത്തൊരു വിഷമായി മാറുകയാണ്. അങ്ങനെ വേദ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞിനെ തരുൺ മേടിക്കും. തരുണിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അമ്മ മേടിച്ച് വേദയുടെ കൈ കൊണ്ടു കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വന്ന് തരുൺ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ തന്നെ ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിക്രമിനാണെന്നുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹൈക്കോടതി മുഖേന കേസ് അന്വേഷണത്തിനും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ശങ്കരനാരായണൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ വിക്രമിനെ പുറത്തിറക്കാനായിട്ട്. അതിന് വേണ്ടി ഇടുക്കിയിലുള്ള അച്ഛനെയും അതുപോലെ തന്നെ വിക്രം അന്ന് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഗീവർഗീസിനെയും മേരിനെയും സേതുവിനെയും അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ.
എല്ലാവരെയും കൂടിയിട്ട് വാദിച്ചിട്ട് സത്യം തെളിയിക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും വിനയായിട്ട് വന്നിട്ടുള്ളത് ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ വെടിവെച്ചിട്ടുള്ള തോക്കും ചന്ദ്രശേഖരനെ വെടിവെച്ചിട്ടുള്ള ഒരു തോക്കും നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ തോക്കാണ്. ശ്രീകാര്യ ശ്രീനിവാസൻ്റെ പേരിലാണ് ആ ലൈസൻസ് ഉള്ള തോക്ക് ഉള്ളത് എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വരികയാണ്. അത് ആർക്കും അറിയാത്തൊരു സംഭവമാണ് കേട്ടോ. അതിന് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഒരു പക്ഷെ അവർ ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് ആ തോക്ക് മോഷ്ടിച്ചതാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ശ്രീനിവാസൻ വില്ലനായി വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. സേതുവിൻ്റെ അടുത്തും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അർഷനാണെന്നുണ്ടെങ്കിൽ 8 നിലയിൽ വിക്രമിനെ പൂട്ടാനാണ്. ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം മാത്രമല്ല, വരുണിൻ്റെ കൊലപാതകം കൂടിയിട്ട് വിക്രമിൻ്റെ തലയിൽ എങ്ങനെയെങ്കിലും കെട്ടിവെക്കണം എന്നുള്ളൊരു ധാരണയിലാണ് ദർശനും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ശങ്കരനാരായണനാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷനുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതായത് ഒരു പുനരന്വേഷണം എന്നുള്ള രീതിയിൽ. അങ്ങനെ പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ തരുൺ തന്നെയായിരിക്കും വരുന്നത്. തരുണിനായിരിക്കും ആ ഒരു ഡ്യൂട്ടി. അങ്ങനെയായിരിക്കും തരുൺ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. വേദനയും കുഞ്ഞിനും തമിഴിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരു പോലീസുകാരനായിട്ട് തന്നെയാണ് വേദ നാട്ടിലേക്ക് വരുന്നത്. അവിടെ വെച്ച് തരുണിൻ്റെ കുഞ്ഞായിട്ട് തന്നെയാണ് വളരുന്നത്. അപ്പോൾ പേടിച്ച് തന്നെയാണ് വേദ ജീവിക്കുന്നത്. അപ്പോൾ ഇനി വരാനുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂവും കൂടിയിട്ടാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.